ഗസ വെടിനിർത്തൽ കരാർ അന്തിമഘട്ടത്തിലെന്നാണ് സൂചന. ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. ബന്ദി കൈമാറ്റ വ്യവസ്ഥയ്ക്ക് സമ്മതമെന്ന് മധ്യസ്ഥരെ ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ക്യാബിനറ്റ് വെടിനിർത്തൽ കരാർ നാളെ വോട്ടിനിടും. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന ബന്ദിമോചനത്തിൽ ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് വ്യവസ്ഥ. ദുബൈയിൽ നിന്ന് MC നാസറും ദോഹയിൽ നിന്ന് ഫൈസൽ ഹംസയും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസലിലേക്കാണ്. ഫൈസൽ, ഏവരും ഉറ്റുനോക്കുന്നത് ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്ന വാർത്താ സമ്മേളനം തന്നെയാണ്. എന്തായി വാർത്താ സമ്മേളനം ആരംഭിച്ചോ? ഉടൻ ഈ ഒരു കരാർ നമുക്ക് പ്രതീക്ഷിക്കാമോ? അമൃത, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് അസാധാരണമായ ഒരു വാർത്താ സമ്മേളനം ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വിളിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഇന്ത്യൻ സമയം 9 മണിയോടുകൂടെ മാധ്യമങ്ങളെ കാണും എന്നായിരുന്നു. അതാണിപ്പോൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മറ്റൊരു അറിയിപ്പ് കൂടി വന്നിരുന്നു. മാജിദ് അൽ അൻസാരി, വിദേശകാര്യ മന്ത്രാലയ വക്താവും ഖത്തർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് കൂടിയായിട്ടുള്ള മാജിദ് അൽ അൻസാരി മാധ്യമങ്ങളെ കാണും എന്നായിരുന്നു. കാരണം ഈ ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ വൈകിക്കൊണ്ടിരിക്കുന്നത് വളരെ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദോഹയിൽ. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രകാരം ഈ ഒരു സമയത്തിനിടയ്ക്ക് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഹമാസ് നേതാക്കളുമായും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതിനായി ദോഹയിലെത്തിയ പ്രതിനിധികളുമായും ചർച്ച നടത്തി എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ തന്നെ ഹമാസ് നേതാവ് ഖലീൽ ഹയ്യ അൽ ജസീറ ചാനലിനോട് പറഞ്ഞിട്ടുള്ളത് അവർ അംഗീകരിച്ചിരിക്കുന്നു. ഹമാസ് ഈ ഖത്തർ മുന്നോട്ട് വെച്ചിട്ടുള്ള മധ്യസ്ഥതയ്ക്ക് വേണ്ടിയുള്ള വെടിനിർത്തലിന് വേണ്ടിയുള്ള രേഖകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിരിക്കുന്നു. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല. പക്ഷേ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെതാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു ബന്ദികളെ മോചനത്തിനായി ഒരു ഡീൽ ഉണ്ടായിരിക്കുന്നു, ഒരു കരാറിലെത്തിയിരിക്കുന്നു, ഉടൻ തന്നെ അവരെ മോചിപ്പിക്കും എന്നുള്ളതാണ്. ഇതെല്ലാം അർത്ഥമാക്കുന്നത് എന്തായാലും ഖത്തർ പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഒരു വെടിനിർത്തൽ കരാറിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി തന്നെ ആണെന്നാണ്. എന്തായാലും അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകം കാത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അമൃത.